ഓണം വിപണി ലക്ഷ്യമാക്കി അരിയടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂട്ടാനും അതോടൊപ്പം പൂഴ്ത്തിവയ്പ് നടത്താനുമുള്ള ശ്രമം നടത്തുന്നതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് സ്ക്വാഡുകൾ രൂപീകരിക്കുകയാണ്. ലീഗൽ മെട്രോളജി, പോലീസ്, അതോടൊപ്പം തന്നെ സപ്ലൈകോ അടക്കമുള്ള ഒരു സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണുള്ളത്. ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും ഇത്തരത്തിലുള്ള സ്ക്വാഡുകൾ പ്രവർത്തിക്കും. പ്രത്യേകിച്ചും ഈ മെല്ലുകൾ, അതോടൊപ്പം തന്നെ മൊത്ത വ്യാപാരികൾ അടക്കമുള്ള സ്ഥലങ്ങൾ, ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തും. കൂടുതലായി അരി പൂഴ്ത്തിവയ്ക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ പൂഴ്ത്തിവയ്ക്കുക എന്നുള്ള സാഹചര്യം കണ്ടെത്തിയാൽ വലിയ രീതിയിലുള്ള കർശനമായ നടപടിയെടുക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ആന്ധ്രയിലേക്കും സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആന്ധ്രയിൽ അരി പൂഴ്ത്തിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന നടത്തി പഴയ സ്റ്റോക്ക് ഭക്ഷ്യവസ്തുക്കൾ വില കൂട്ടി വിൽക്കുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തും. അതോടൊപ്പം തന്നെ പൂഴ്ത്തിവയ്ക്കുന്നതിൽ വലിയ രീതിയിലുള്ള കർശനമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ അരി അടക്കം ഉള്ള ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ അടക്കം ഇത്തവണ ഓണവിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അത് വലിയ വിലക്കൂടുതൽ ഉണ്ടാകുന്നത് തടയാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ തുടരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.